വയനാട്ടിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ റോഡും ആ അറ്റ്മോസ്ഫിയറും കള്ളന്മാരെ പോലെ പോകുന്ന ഞങ്ങളും അതിലെ സ്വർഗം തന്നെ. ക്യാഷ് മാത്രം അക്സെപ്റ്റ് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, കാരാപ്പുള്ള ഒരു ഡാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. വിവരമുള്ളവർ പറയും ഇതാണോ അല്ലേ. ഒരുപാട് സ്ഥലമുണ്ട്. ഇനി പൂക്കളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. അതേപോലെ പാർക്കും കാര്യങ്ങളും വേണ്ടാത്ത തോതിൽ ആൾക്കാരുണ്ട്. അതിലും തെണ്ടി കറങ്ങുമാണ് ഇങ്ങനെ കണ്ടത്. ഇവിടെ ഡാം ഒക്കെ ഉണ്ട്. കാരാപ്പുഴ ഡാം എന്ന് പറഞ്ഞ സംഭവം ഇതിന്റെ അകത്താണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണല്ലോ ടിക്കറ്റ് ഒക്കെ എടുത്ത് കാണുന്നത്. ഇവിടെ അതേപോലെ വലിയ എന്തൊക്കെയോ ആകാശത്തോടെയൊക്കെ പോലുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പൈസ ഉള്ളവർ കയറിക്കോളി, കുഴപ്പമൊന്നുമില്ല. നോ എൻട്രി ആണ് ഇപ്പൊ അങ്ങോട്ടേക്കുള്ള അവസ്ഥ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്വദേശവാസികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതിനിടെ കൂടെ എന്റെ അടുത്തൊരു കൂളിംഗ് ഗ്ലാസ് ടിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അവിടേക്ക് ഇവിടേക്ക് നോക്കണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കാന്ന് കണ്ടോ, ഇങ്ങനെ നോക്കിയാൽ മതി. അവിടെയുള്ള പൂവും ആകാശത്തോടെയൊക്കെ വണ്ടർഫുൾ ആണ്, ഒന്നും പറയാനില്ല. എല്ലാം ഇത്ര മനോഹരമായി സെറ്റ് ചെയ്തതിന് സംഭവം തന്നെ 30 ഉറുപ്പിക്ക് ടിക്കറ്റ് ഉണ്ട്. 30 ഉറുപ്പിക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അതേ ഉദ്ദേശിച്ചത്. ഇവിടെ അതേപോലെ ചിരിക്കുന്ന കുറെ ഇമോജീസ് ഉണ്ട് കേട്ടോ. പൈസ ഉള്ളവർ എല്ലാത്തിലും കയറിക്കോളി, ഞാൻ എല്ലാത്തിലും കയറിയില്ല. കൂടെ എന്റെ ചെങ്ങായി തിരിച്ചു പോണ വഴിക്ക് ഞാനും ഓനും 2 സീറ്റിലായിരുന്നു. അതിന് കാരണം എന്തായിരിക്കും?